സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സമീപകാല മലയാളം സിനിമകളിൽ ഇപ്പോൾ എന്തുകൊണ്ടോ മോഹൻലാൽ റെഫറൻസ് മസ്റ്റാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മളെ പല യുവതാരങ്ങളുടെയും ചിത്രങ്ങളിൽ ഇപ്പോൾ ഒരു മോഹൻലാൽ റെഫറൻസ് ഉണ്ടാകും. അമരപ്പർ ആന്റണിയിൽ പൃഥ്വിരാജും, പ്രേമത്തിലെ നിവിൻ പോളിയും, വിക്രമാദിത്യത്തിലെ ദുൽഖറും എല്ലാം ഇതിന് ഉദാഹരണമാണ്. ഈ രംഗങ്ങളെല്ലാം തിയേറ്ററുകളിൽ കയ്യടി തീർത്തുന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതൊരു ശീലമാക്കിയിരിക്കുകയാണ് പല മലയാളം ചിത്രങ്ങളിലും. ദുൽഖർ സൽമാൻ അമൽ നീരദ് ടീമിൻ്റെ CIAയിലുമുണ്ട് ഇത്തരത്തിലുള്ള രംഗങ്ങൾ. അതും ഒന്നല്ല 3 തവണയാണ് ചിത്രത്തിൽ പല മോഹൻലാൽ കഥാപാത്രങ്ങളുടെയും സംഭാഷണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. സ്ഫടികത്തിലെയും രാവണപ്രഭുവിലെയും ലാലേട്ടൻ്റെ ഡയലോഗുകളാണ് CIAയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംഭാഷണങ്ങളൊക്കെ ആകട്ടെ തിയേറ്ററുകളിൽ കയ്യടി തീർക്കുകയും ചെയ്തിരുന്നു. എന്താണേലും ദുൽഖറിൻ്റെ സ്ക്രീൻ പ്രസൻസിനൊപ്പം ലാലേട്ടൻ റെഫറൻസും കൂടി ആയപ്പോൾ ദുൽഖർ ആരാധകർക്കൊപ്പം മോഹൻലാൽ ആരാധകരും ഏറ്റെടുത്തിരിക്കുകയാണ് CIA. സാധാരണ അമൽ നീരദ് ചിത്രങ്ങളിൽ ഇത്തരം രംഗങ്ങൾ ഉണ്ടാകുന്നതല്ല. തൻ്റെ പതിവ് മേക്ക് സ്റ്റൈലിൽ നിന്നും കോമ്രേഡ് ഇൻ അമേരിക്കയിൽ അല്പമൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് അമൽ നീരദ്. മലയാളത്തിൽ വേറെയുമുണ്ട് ഒരുപാട് സീനിയർ നടന്മാർ. പക്ഷേ എന്തുകൊണ്ടോ മോഹൻലാൽ കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും മാത്രം വീണ്ടും വീണ്ടും അനുകരിക്കപ്പെടുന്നു. എന്തായിരിക്കും ഇതിൻ്റെ കാരണമെന്ന് ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും. ഒരുപക്ഷെ പഴയ മോഹൻലാൽ കഥാപാത്രങ്ങൾ ഇപ്പോഴത്തെ തലമുറയിലും ചെലുത്തുന്ന സ്വാധീനം കൊണ്ടാകാം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുന്നത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്